മുജാഹിദുകളോടുള്ള സമീപനം, മുസ്ലിം ലീഗിനോടുള്ള സമീപനം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തർക്കമുണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള 6 പേരെ പുറത്താക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനം വരുന്നു. അതിനുശേഷം ഇപ്പുറത്ത് ആ പേരിൽ തന്നെ സംഘടന പുനഃക്രമീകരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് AP അബൂബക്കർ മുസ്ലിയാർ പറയുക. ആ നിലയ്ക്ക് പുനഃക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനുശേഷം AP അബൂബക്കർ മുസ്ലിയാർ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ആ സംഘടന നന്നായി വളരുകയും അതൊരു കേഡർ സ്വഭാവത്തിൽ തന്നെ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ഈ കരച്ചിലിനെ ഏറ്റവും ആത്മാർത്ഥമായ ഒരു കരച്ചിലായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം ഈ സുന്നത്ത് ജമാഅത്തിനെ പിളർത്തിയ ആൾ എന്നുള്ള തരത്തിലാണ് മറ്റെല്ലാ ഈ മുസ്ലിം സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും ഈ ചർച്ച ഉയരുമ്പോൾ കാര്യങ്ങൾ കടന്നു വരാറ്. അപ്പോൾ അതിന്റെ ഒരു വേദന ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവാം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, ഇപ്പോൾ EK സമസ്തയുമായി ഒത്തുചേർന്ന് പോകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിയൊന്നും എന്തായാലും AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്കില്ല, AP സമസ്തയ്ക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം അതിനേക്കാൾ ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഒരു കേഡർ സ്വഭാവം പാലിക്കുന്ന ഒരു സംഘടന വലിപ്പത്തിൽ ചെറുതായിരിക്കും, പക്ഷേ ആ കേഡർ സ്വഭാവമുണ്ട്, കരുത്ത് കാണിക്കുന്ന ഒരു സംവിധാനമാണ്. ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്, വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുണ്ട്. രാജ്യം മുഴുവൻ അദ്ദേഹം വേറൊരു നിലയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കാലം, രാജ്യത്തിനപ്പുറത്തുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി പുതിയൊരു കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും പറയേണ്ട ആവശ്യവുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ജീവിത സായന്തനത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി ആ വേദന പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ മാത്രമല്ല, അദ്ദേഹം മുമ്പ് ഇപ്പോൾ ഈ എഴുത്തഞ്ചങ്കണ്ടിയിലെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു അധ്യായമുണ്ട്. അതിൽ ഈ എന്തായിരുന്നു ആ വ്യക്തിബന്ധം എന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി, വളരെ ഹൃദ്യമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രം അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്ന് ആവശ്യപ്പെട്ടത് EK അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം മുതലുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം ഓർത്തെടുത്ത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ EKയുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ഞാൻ മേരിക്കുന്നിലെ വീട്ടിൽ പോയി. മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കാനിരിക്കെ എന്നോട് ദുആ ചെയ്യാൻ EK അവർകൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം 96-ൽ ഞാൻ അമേരിക്കൻ യാത്ര പുറപ്പെടാനിരിക്കെയാണ് EK അവർകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. നേരെ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. പരസ്പരം കൈകൾ കോർത്തു പിടിച്ചിരുന്ന് അല്പനേരം സംസാരിച്ചു. നാം തമ്മിൽ വന്നുപോയ അകൽച്ച ദൗർഭാഗ്യകരമായി പോയി. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഇനി നമുക്കെന്ന് കിട്ടും? എന്റെ കൈകളിൽ അമർത്തിക്കൊണ്ട് EK അവർകൾ ചോദിച്ചു. ഇതാണ് അവർ. അപ്പൊ സംഘടനാപരമായി രണ്ടിടത്ത് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾ ഒന്നായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് EK അബൂബക്കർ മുസ്ലിയാർ അപ്പുറത്തും ഇദ്ദേഹം ഇപ്പുറത്തും എന്നുള്ള നിലയിലേക്ക് അത് ക്രമീകരിക്കപ്പെടുന്നത്. കാരണം ഈ തർക്കങ്ങളുടെ ചില ഘട്ടത്തിലൊക്കെ ചില ആദ്യഘട്ടത്തിലൊക്കെ EK അബൂബക്കർ മുസ്ലിയാർ ശക്തമായി AP അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. സംഘടനയ്ക്കുള്ളിൽ ഒരു പരസ്പരം വല്ലാതെ സഹായിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹം ഓർത്തെടുക്കുന്നത് എന്നെ EKയുടെ ആൾ എന്നുള്ളതായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്ന ഒരു കാലത്തെ ആരോപണമെന്ന് AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും സംഘടനയെ രണ്ടായി പിളരേണ്ടി വന്നു എന്നുള്ളത്. അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സാമുദായിക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംഘടനയാണ് ഇത്. രണ്ടും ചേരുമ്പോൾ, സമസ്തകൾ രണ്ടും ചേരുമ്പോൾ അത് ഏറ്റവും വലുതാണ്. ഇതല്ലാതെ തന്നെ EK സമസ്ത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംഘടനയായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഏറ്റവും ശക്തമായ കെട്ടുറപ്പുള്ളൊരു കേഡർ സ്വഭാവത്തിൽ AP സമസ്ത വിഭാഗം നിലനിൽക്കുന്നു. ഇത് രണ്ടായി നിൽക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സാമുദായിക വിഭാഗമാണ്. അവർക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർക്കൊപ്പം നിൽക്കുന്നവർക്കോ EK സമസ്തയിലുള്ളവർക്കോ ഇതൊന്നിച്ച് ചേർന്നില്ലെങ്കിലും ഈ സംവിധാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. APക്ക് ഒപ്പമുള്ള ആളുകൾക്ക് മറ്റാർക്കും ഒരുപക്ഷെ ഈ വൈകാരികത ഈ മട്ടിൽ കിട്ടിക്കൊള്ളണമെന്നുമില്ല. കാരണം അദ്ദേഹം വേറൊരു കാലത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ആത്മാർത്ഥമായ വാക്കുകൾ തന്നെയാണ്.